ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറി പുതിയ ടെക്സ്റ്റിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം മീഡിയം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ PSCക്കും മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നീട് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. മലയാളം മീഡിയം കുട്ടികളാരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം, റിഫ്രാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഒരമ്മയും മകളൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായി കാണും. നല്ല വേനൽ സമയത്ത് വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് റോഡിൽ നമ്മുടെ മുന്നേ ആയിട്ട് വെള്ളക്കെട്ടുള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടി പറയുന്നുണ്ട്, ദർ ഈസ് വാട്ടർ ഓൺ ദി റോഡ്, മാം പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇത് സമ്മർ സീസണിൽ യാതൊരു കാരണവശാലും വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടി കിടക്കത്തില്ല, സോ അവിടെ വെള്ളക്കെട്ടൊന്നുമില്ല, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, ലെമനേഡ് കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു സ്ട്രോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രോ ഒടിഞ്ഞു കിടക്കുവാണോ എന്നൊക്കെ നമുക്കൊരു പക്ഷേങ്കിൽ തോന്നും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇതിനൊക്കെ മുന്നേ തന്നെ നമ്മളൊരു വസ്തുവിനെ എപ്പോഴാണ് കാണുന്നത്? പ്രകാശം ഇപ്പോൾ നാച്ചുറൽ ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ എന്ത് ലൈറ്റ് ആയാലും നമ്മൾ ആ കാണുന്ന വസ്തുവിൽ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അത് നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ വന്ന് പതിച്ച് നമ്മുടെ ബ്രെയിൻ അത് സെൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നതാണ് നമ്മൾ കണ്ടു എന്നുള്ളത്. അതായത് ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ വന്ന് തട്ടി, ആ ഒബ്ജക്റ്റിൽ വന്ന് വീണ് അവിടുന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്നെങ്കിൽ മാത്രമല്ല നമുക്ക് ആ ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിൽ ലെമനൈഡ് ഉണ്ട്, ഒരു ഗ്ലാസ്സിനകത്താണ് വെച്ചിരിക്കുന്നത്, അത് മുഴുവനും അതിനകത്ത് വെള്ളമില്ല, ഒരു പോർഷൻ അതിനകത്ത് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തുണ്ട്? എയറുണ്ട്. അപ്പോൾ ഈ സ്ട്രോ ഇരിക്കുന്നത് തന്നെ വെള്ളത്തിലും ഉണ്ട്, അതേപോലെ തന്നെ എയറിലുമായിട്ടാണ് ആ ഒരു ഗ്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊരു വസ്തുവിനെ കാണുന്ന എപ്പോഴാണ്? ഏത് വസ്തുവിലാണോ പ്രകാശം വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റ് റേസ്, ഇപ്പോൾ സ്ട്രോ നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ്? ഒടിഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നത്. ഇതിനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ലൈറ്റ് റേസ് റിഫ്ലക്റ്റഡ് ഫ്രം ദി സ്ട്രോ ഡിപ്ഡ് ഇൻ ലെമനൈഡ് ട്രാവൽ ത്രൂ ഡിഫറെൻറ്റ് മീഡിയംസ് ബിഫോർ ദ റീച്ച് അവർ ഐസ്. നോക്കൂ, നമ്മുടെ കണ്ണിൽ ഈ സ്ട്രോ നമുക്ക് കാണണമെങ്കിൽ നമ്മളെങ്ങനെ കാണുന്നത്? സ്ട്രോയിൽ വന്ന് തട്ടുന്ന പ്രകാശം അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കണം. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. ലെമനൈഡിനകത്ത് ഈ സ്ട്രോ ഇരിക്കുന്നത്, ലെമനൈഡ് എന്ന് പറയുമ്പോൾ വാട്ടറിലും മുകളിൽ എയറിലുമാണ്. അപ്പോൾ ഈ സ്ട്രോയിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ലെമനൈഡിൽ കൂടെയും എയറിൽ കൂടെയും ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കാൻ. അത്രയും കാര്യങ്ങൾ അറിയാമല്ലോ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മൾ അറിയാം, 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറി ആവശ്യം പോലെ പഠിക്കാനുണ്ട്. അതിപ്പോൾ ഓരോ സബ്ജക്റ്റായിട്ട് ഓരോരോ ക്ലാസ്സസ് ഞാൻ ഇട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്ലാസ്സസ് കിട്ടുമോ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറുമല്ലോ. അപ്പോൾ നല്ലതായിട്ട് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാതെ, അത്യാവശ്യം ഇപ്പം ആവശ്യത്തിന് സമയമുണ്ട്, നിങ്ങൾക്ക് 24 മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലൊക്കെ പഠിച്ച് അത്യാവശ്യം ക്ലാസ്സസൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പറയാം. അത് ഞാൻ ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയും, ഇതിനകത്തുനിന്ന് എക്സാമിന് ഇന്ന ചോദ്യം ചോദിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പഠിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യം വേണം എന്നുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു ആക്ടിവിറ്റി കേട്ടോ പറയുന്നത്. ഒരു ഗ്ലാസ് ട്രഫ് എടുക്കുക, ഒരു തൊട്ടി പോലത്തെ ഒരു ഗ്ലാസ് വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു പാത്രം എടുക്കുക, അതിൻ്റെ 3/4 ഭാഗവും വെള്ളം ഒഴിക്കുക, അതിന് മുകളിൽ എന്ത് ചെയ്യുക? ഈ വെള്ളത്തിലേക്ക് 1-2 ഡ്രോപ്പ് മിൽക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Fill 3/4 of a trough with water, add 2 or 3 drops of milk into it. Cover the trough with a transparent sheet of paper. Fill the remaining space in the trough with smoke.
അപ്പോൾ ഒരു ട്രഫ് എടുക്കുക, അതിൻ്റെ 3/4 മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക, വെള്ളത്തിലേക്ക് 1-2 ഡ്രോപ്പ് മിൽക്ക് ഇടുക. അത് ഇതിനകത്തൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടൊരു ലാഗ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ ഗ്ലാസ് ട്രഫ് എടുക്കുക, ഇതിനകത്ത് വെള്ളം എടുക്കുക, ഇതിനകത്ത് 1-2 ഡ്രോപ്പ് പാലൊഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഗ്ലാസ് ട്രഫിൻ്റെ മുകൾ ഭാഗം ഒരു ട്രാൻസ്പെയറൻറ്റ് പേപ്പർ കൊണ്ട്, എന്താ ഈ ട്രാൻസ്പെയറൻറ്റ് ഒപ്പേക്കം? ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ലൈറ്റിനെ കടത്തി വിടുന്നത് ഇല്ലേ? ഒപ്പേക്കം എന്ന് പറയുമ്പോൾ ലൈറ്റിനെ കടത്തി വിടത്തില്ല. അപ്പോൾ വാട്ടറിലേക്ക് മിൽക്ക് 2-3 ഡ്രോപ്സ് മിൽക്ക് ആഡ് ചെയ്തു. ബാക്കിയുള്ള പോർഷൻ സ്മോക്ക് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ലേസർ ടോർച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ലൈറ്റിൻ്റെ റേ ഡയഗ്രമാണ് ഫിഗർ 1.2bയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഗ്ലാസ് ട്രഫിനകത്ത് 3/4 വാട്ടർ ഫില്ല് ചെയ്യുക, 2-3 ഡ്രോപ്പ് മിൽക്ക് ആഡ് ചെയ്യുക, അതിന് മുകളിൽ സ്മോക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ലേസർ ടോർച്ച് വെച്ച് നമ്മളിങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാര്യമാണ് അതിൻ്റെ റേ ഡയഗ്രാം. ജസ്റ്റ് റേസ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ള ഡയഗ്രമാണ് 1.2b കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ മക്കളെ, വാട്ടർ എന്ന് പറയുമ്പം ഓൾറെഡി ഉണ്ട്, നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്മോക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന എയർ, അതിൻ്റെ സ്റ്റേറ്റ് പറഞ്ഞേക്കുന്നത്. വാട്ടർ ഇപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇല്ലേ, അതേപോലെ ഇപ്പം എയറിന് സ്മോക്ക് എന്ന് പറഞ്ഞാൽ എയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ആ ലേസർ ടോർച്ച് കൊണ്ട് നമ്മൾ അടിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രകാശത്തിൻ്റെ ഒരു പാത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എയറിൽ അത് എന്തായിട്ട് ചരിഞ്ഞിങ്ങനെ വന്ന് പതിക്കുന്നു. പക്ഷേ ആ എയറും വാട്ടറും ആ 2 സർഫസിൻ്റെയും കൂടി സെപ്പറേഷനിൽ വരുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഒബ്ലിക്കായിട്ടാണ് വരുന്നത്, എന്നുവെച്ചാൽ ചരിഞ്ഞാണ് വന്ന് പതിക്കുന്നത്. പക്ഷേ അതിനുശേഷം ആ ഒരു ഡയറക്ഷനിൽ തന്നെയല്ല പോയേക്കുന്നത്, എന്തോ ഒരു ഡീവിയേഷൻ വന്നിട്ട് വേറൊരു രീതിയിൽ കൂടാണ് അത് വാട്ടറിലോട്ട് വരുമ്പോൾ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടേ മക്കളെ, നോക്കണേ. ഞാൻ എപ്പോഴും പറയും, പണ്ട് നേരത്തെ ക്ലാസ് എടുക്കാൻ നമ്മൾ 3D ക്ലാസ് ഒന്നുമല്ല, നിങ്ങളുടെ ചേച്ചി നിങ്ങൾക്ക് ചേച്ചി പറഞ്ഞു തരുന്നത് പോലെയെന്നല്ല, നിങ്ങളുടെ ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, നമ്മുടെ ക്ലാസ്സിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഡയഗ്രത്തിലോട്ട് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് പ്രയാസമാണ് നോക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ക്ലാസ് ഓൺ ചെയ്ത് കേട്ടാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, എയറിൽ കൂടി ചരിഞ്ഞാണ് വരുന്നത് മക്കളെ. ആ ചരിഞ്ഞ് വരുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താ, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താ, വളഞ്ഞും പൊളഞ്ഞും ഒന്നുമല്ല പോകുന്നത്, നേരെയാണ് പോകുന്നത്. പക്ഷേ എയറിൻ്റെ വാട്ടറിൻ്റെ സെപ്പറേഷനിൽ വരുന്ന സമയത്ത് അത് വീണ്ടും എന്ത് ചെയ്തു, വേറെ ഏതോ ഒരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അതാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത്. എന്നാൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ അതേ ആക്ടിവിറ്റിയിൽ ഈ ലേസർ ടോർച്ച് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ എന്താണ് മക്കളെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന എയറിനെ വാട്ടറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് കറക്റ്റ് 90 ഡിഗ്രിയിലാണ് നമ്മൾ ആ ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതാണ് 1.3a. അതിൻ്റെ റേ ഡയഗ്രമാണ് 1.3bയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ സെപ്പറേഷൻ ഓഫ് സർഫസിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ലേസർ ടോർച്ച് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവാ. തൊട്ട് മുന്നിലത്തെ പോലത്തെ യാതൊരു ഡീവിയേഷനും ഇല്ല. എങ്ങനെയാണോ ആ പ്രകാശം നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതങ്ങ് പോവുക. ഇപ്പം ഈ 2 ഡയഗ്രാം നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് മനസ്സിലായേ? നോക്കൂ, എയർ, വാട്ടർ, രണ്ട് മീഡിയം അല്ലേ, 2 മാധ്യമമല്ലേ, 2ൻ്റെ സ്വഭാവം വ്യത്യാസമാണല്ലോ. അപ്പോൾ 2 മീഡിയത്തിലേക്ക് ഒരു പ്രകാശരശ്മി, റേ ഓഫ് ലൈറ്റ് ചരിഞ്ഞ് വന്ന് പതിച്ചപ്പോൾ, ഒബ്ലിക്കായിട്ട് വന്ന് പതിച്ചപ്പോൾ, ചരിയുക എന്ന് പറയുമ്പോൾ ഒബ്ലിക്കായിട്ട് വന്ന് പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ 2 മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിൽ വെച്ച് എയറിനെയും വാട്ടറിനെയും വേർതിരിക്കുന്ന ആ ഒരു പോയിന്റിൽ വെച്ച് അതിനെന്ത് ചെയ്യുന്നു, ഡീവിയേഷൻ സംഭവിച്ചിട്ട് തൊട്ടടുത്ത മീഡിയത്തിലോട്ട് കടന്നു പോകുന്നു. അതായത് അതിൻ്റെ ഡയറക്ഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന 2 സർഫസിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മുടെ ലൈറ്റ് വരുന്നതെങ്കിൽ യാതൊരു ഡീവിയേഷനും ഇല്ല. ആ വന്ന പടുതി തന്നെ നേരെ അങ്ങ് പോവാം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 2 ഡയഗ്രാം വെച്ചിട്ട് സംശയമൊന്നുമില്ലല്ലോ. ഈ കാര്യമാണ് അടുത്തത് ടെക്സ്റ്റിൽ പറയുന്നത്. When a light travels through a single medium,
ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ കണ്ട് ഇപ്പോൾ എയറിൽ കൂടെ വരുന്നതെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകുന്നത്. വാട്ടറിൽ കൂടെ മാത്രമാണ് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നെങ്കിലും അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എപ്പോഴാണ് കുഴപ്പം വരുന്നത്? റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വ്യതിയാനം, മാറ്റം. തൊട്ട് മുന്നേ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ പോവുക. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ when it enters obliquely from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്കായിട്ട് വന്ന് പതിക്കുന്ന സമയത്ത് സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അത് നമ്മൾ കണ്ടു ആദ്യത്തെ ഡയഗ്രാം. പിന്നെ നമ്മൾ എന്താ കണ്ടത്? ദർ വിൽ ബി നോ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി. എന്താ ഇൻസിഡൻറ്റ് റേ? നമ്മളിപ്പം ലേസർ ടോർച്ച് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ഫ്ലാഷ് ചെയ്യുമ്പോൾ വന്ന് പതിക്കുന്നത് ആ ഒരു റേ നോർമലായിട്ടാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ടാണ്. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ 90 ഡിഗ്രിയിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ ഒരു ഡീവിയേഷനും ഇല്ലാതെ എന്ത് ചെയ്യും? അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് പോകും. ഇനിയും ഇത് എന്തുകൊണ്ടാണ് ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് ഇത്തരത്തിലൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വ്യതിയാനം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ വീണ്ടും നിങ്ങൾക്ക് ഒരു ടോയ് കാറിൻ്റെ ഒരു സ്മൂത്ത് സർഫസും ഒരു റഫ് സർഫസും അറേഞ്ച് ചെയ്യുക. എന്നിട്ടൊരു ടോയ് കാറ് സ്മൂത്ത് സർഫസിലേക്ക് ഒബ്ലിക്കായിട്ട് തന്നെ ഓണാക്കി വിടുക. അപ്പോൾ അത് റഫ് സർഫസിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻ, നമ്മളിപ്പം ലൈറ്റ് വെച്ച് ചെയ്തത് ഒരു ടോയ് കാർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ നമുക്ക് അറിയാം, ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കാർ? തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്മൂത്ത് സർഫസിൽ കൂടി വന്ന അതേ ഡയറക്ഷനിൽ തന്നെ അല്ലല്ലോ റഫ് സർഫസിൽ കൂടെ ആ കാറ് പോയത്. എവിടെ വെച്ചാൽ മക്കളെ ഇതിന് ചേഞ്ച് ഉണ്ടായത്? ആ സ്മൂത്ത് സർഫസും റഫ് സർഫസും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വെച്ചിട്ടില്ലയോ? സ്ട്രെയിറ്റ് ലൈനിൽ വന്ന സാധനം വേറെ ഒരു ഡയറക്ഷനിലോട്ട് വീണ്ടും സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയി. അപ്പോൾ ഇവിടെ സ്മൂത്ത് സർഫസിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വന്നത്, റഫ് സർഫസിലും അത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വന്നത് കേട്ടോ. ഡിഡ് ദ കാർ മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫസ്? ഈ ടോയ് കാറിന് സ്മൂത്ത് സർഫസിൽ കൂടിയുള്ള സ്പീഡ് തന്നെ ആയിരിക്കുമോ റഫ് സർഫസിൽ? ഒരിക്കലും അല്ല. സ്മൂത്ത് സർഫസിൽ അതിന് സ്പീഡ് കൂടുതലും, റഫ് സർഫസിൽ സ്പീഡ് കുറവായിരിക്കും. ഇത്തരത്തിൽ സ്പീഡിന് വ്യത്യാസമുള്ളത് കൊണ്ടാണ് സ്മൂത്ത് സർഫസിൽ നിന്ന് അത് റഫ് സർഫസിലേക്ക് കയറുമ്പോഴത്തേക്ക് ഡയറക്ഷൻ മാറിയത് കേട്ടോ. അപ്പോൾ സ്പീഡിന് ഓരോ മീഡിയത്തിലുമുള്ള സ്പീഡ് വ്യത്യാസപ്പെടും. അപ്പോൾ അതുവരെയുള്ള സ്പീഡായിരിക്കത്തില്ല പിന്നീടുള്ള സ്പീഡ്. അപ്പോൾ ഇത്തരത്തിൽ സ്പീഡിന് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ആയത്. The change in direction is caused by the change in speed of the car as it moves from one surface to the other. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോയ് കാർ വെച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചരിഞ്ഞ് ഒരു കാർ വരുന്ന സമയം നമുക്കറിയാം കാറിൻ്റെ രണ്ട് വീലും ഒരേപോലെ അല്ല സർഫസിലേക്ക് വരുന്നത്. അത് ഒന്ന് മുന്നേ ഒന്ന് അതിന് തൊട്ട് ബാക്കിലുമായിട്ടായിരിക്കും നമ്മൾ ചരിഞ്ഞൊരു പ്രതലത്തിലേക്ക് കാറ് പ്രവേശിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊരു ഒരേ സമയമല്ല ഈ വണ്ടിയുടെ ടയർ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സ്പീഡിൽ വ്യത്യാസം വരും. ഈ സ്പീഡ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഡയറക്ഷനിലും വ്യത്യാസം വരും. അതാണ് നമ്മളിപ്പോൾ ഈ ടോയ് കാറിൻ്റെ കേസിൽ കണ്ടത്. എന്നാൽ ഇതേപോലെ തന്നെയാണ് ലൈറ്റും. എന്താ, നമ്മളിപ്പോൾ ലേസർ ടോർച്ച് അടിച്ച് നോക്കിയപ്പം എയറിൽ കൂടെ ഉള്ളതുപോലെ അല്ലായിരുന്നു വാട്ടറിൽ കൂടെ. അതായത് ലൈറ്റിൻ്റെ സ്പീഡും മീഡിയം മാറുന്നതിനനുസരിച്ച്, മാധ്യമം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഈ സ്പീഡ് മാറുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്ഷൻ മാറുന്നത്. അതേസമയം ഒരൊറ്റ മീഡിയത്തിൽ കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ എങ്ങോട്ടാണോ അത് വന്നത് അതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ അതങ്ങ് പോകും. അതിപ്പോൾ എയറിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ, ഇനി വാട്ടറിലാണെങ്കിൽ അങ്ങനെ കേട്ടോ. ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് causes the change in the direction of ray of light when it passes from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ സ്പീഡിന് ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നത്. അടുത്തത് മക്കളെ ടേബിൾ 1.1 ആട്ടോ പറയുന്നത്.
കുറേ മീഡിയംസ് തന്നിട്ടുണ്ട്. ഈ മീഡിയത്തിലൂടെയൊക്കെ പോകുന്ന സമയത്തുള്ള ലൈറ്റിൻ്റെ സ്പീഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എയറിൽ കൂടെ ഉള്ള ലൈറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വാട്ടറിൽ കൂടെ ആകുമ്പോൾ അത് 2.25 × 10⁻, എല്ലായിടവും പവർ 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. യൂണിറ്റ് ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എയറിൽ കൂടെ 3, വാട്ടറിൽ കൂടെ 2.25, ഗ്ലാസ്സിൽ കൂടെ 2 ആണ്, ഡയമണ്ടിൽ കൂടെ 1.25. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ലൈറ്റ് ഏറ്റവും സ്പീഡിൽ പോകുന്നത് എവിടെ കൂടെ? എയറിൽ കൂടെ. പിന്നെ അതിൻ്റെ സ്പീഡ് വാട്ടറിൽ കൂടെ. വാട്ടറിനേക്കാളും സ്പീഡ് കുറവാണ് ഗ്ലാസ്സിൽ. ഗ്ലാസ്സിനേക്കാളും സ്പീഡ് കുറവാണ് ലൈറ്റ് ഡയമണ്ടിൽ കൂടി പോകുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോഴേ ഒരു ടേബിൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലൈറ്റിൻ്റെ സ്പീഡ് ഓരോ മീഡിയത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വേരി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എയറിൽ കൂടെ ഉള്ളതല്ല വാട്ടറിൽ കൂടെ പോകുമ്പം ഗ്ലാസ്സിൽ കൂടെ പോകുന്ന സ്പീഡല്ല ലൈറ്റിന് ഡയമണ്ടിൽ കൂടി പോകുന്നത്. അപ്പോൾ ഈ വാല്യൂ ഒന്ന് നോക്കി ഒന്ന് ബൈഹാർട്ട് ചെയ്തേക്കണം കേട്ടോ. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഗ്ലാസ് 2, മറ്റൊരു 2.25ഉം 1.25. ഏറ്റവും കുറവ് ഡയമണ്ടിലാണ് 1.25. എയറിൽ കൂടെ പോകുന്ന സമയത്ത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം പ്രോബ്ലംസ് ചോദിച്ചാലും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വാല്യൂസ് തരും. നമ്മൾ പിന്നെ കുറേ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാണ്ട് ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മളങ്ങ് പഠിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ മീഡിയത്തിലും ലൈറ്റിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരൊക്കെ കാരണമാണ് ഇത്തരത്തിൽ സ്പീഡ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോ മീഡിയത്തിൽ കൂടിയും ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് വ്യത്യാസമുണ്ട്. ഈ സ്പീഡിന് ഇത്തരത്തിൽ ഇങ്ങനെ ഡിഫർ ചെയ്യാനുള്ള കാര്യം, വ്യത്യാസപ്പെടാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഓരോ മീഡിയത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത വ്യത്യസ്തമാണ്. ഇപ്പോൾ എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല വാട്ടറിൻ്റെത്, വാട്ടറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല ഗ്ലാസിൻ്റെയും ഡയമണ്ടിൻ്റെയും. ഇത്തരത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് വേരി ചെയ്യുന്നത് കൊണ്ടാണ് സ്പീഡും വ്യത്യാസപ്പെടുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫേഴ്സ് ഇൻ വേരിയസ് മീഡിയംസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ എന്താണ് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓരോ മീഡിയത്തിൻ്റെയും എബിലിറ്റിയാണ്. അതിനകത്ത് കൂടി ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിയെ നമ്മൾ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അത് ഓരോ വാല്യൂ വെച്ചിട്ട് നമ്മൾ പറയും. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? ഓരോ മീഡിയവും ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ മീഡിയത്തിന് എത്രത്തോളം എബിലിറ്റി ഉണ്ടോ അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറുന്നത് കൊണ്ടാണ് സ്പീഡ് മാറുന്നത്. സ്പീഡ് മാറുന്നത് കൊണ്ടാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഡയറക്ഷൻ മാറുന്നത്. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. The ability of a medium to influence the speed of light through the medium is എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ളത് മനസ്സിലായോ? ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ മീഡിയത്തിന് വരുന്ന ലൈറ്റിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. മക്കളെ ശ്രദ്ധിക്കണേ. നോക്കൂ, നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് വരുന്ന സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനിയും ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ പറയുക? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതാ പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതം. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുവാണെങ്കിൽ നമ്മൾ പറയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം. ഇതിൻ്റെ പ്രത്യേകത എന്തുവാണ് നമ്മൾ പറഞ്ഞത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അപ്പം തിരിച്ചാണെങ്കിലോ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിലോ സ്പീഡ്
കൂടുതലായിരിക്കും. അതെങ്ങനെ നമ്മൾ പറയുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഈ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ഡെൻസർ മീഡിയവും റെയറർ മീഡിയവും. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ പറയും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ നമ്മൾ പറയും ഒപ്റ്റിക്കലി റെയറർ മീഡിയം. മനസ്സിലായോ? അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് കുറയും, ഡെൻസിറ്റി കുറയുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് കൂടും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിലേ ഒന്ന് പറഞ്ഞേട്ടെ, ആ ടേബിളിനകത്ത് നമ്മൾ കണ്ടു സ്പീഡ് കൂടുതൽ എവിടെയായിരുന്നു? എയറിലായിരുന്നു. അപ്പോൾ സ്പീഡ് കൂടുതൽ എയറിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവല്ലേ? ഇനി എന്തുവാ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വരുന്ന ലൈറ്റിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെന്നുള്ളതിൻ്റെ അർത്ഥം എന്തുവാ? വരുന്ന ലൈറ്റിനെ എൻ്റെ സ്പീഡിനെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇയാൾക്ക് വലിയ കഴിവൊന്നും ഇല്ല. അതിൻ്റെ അർത്ഥം എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. 3 × 10⁸ ആയിരുന്നു ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് വലിയ കഴിവൊന്നുമില്ല, വരുന്നത് വലിയ സ്പീഡ് വ്യത്യാസമൊന്നുമില്ല, അതങ്ങ് പോവും. അപ്പോൾ എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്, സോ സ്പീഡ് കൂടി. എന്നാൽ വാട്ടറിന് 2.25 × 10⁸ ആയിരുന്നു. എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കുണ്ട് മക്കളെ? വാട്ടറിന്. വാട്ടറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഗ്ലാസ്സിനുണ്ട്. കാര്യം സ്പീഡ് 2 ഉള്ളൂ, 2 × 10⁸ ആണ്. അപ്പോൾ നമ്മൾ വാട്ടറിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വാട്ടറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുണ്ട് ഗ്ലാസ്സിന്, അതുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്. എന്നാൽ ഡയമണ്ടിൻ്റെ കേസിലോ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ഡയമണ്ടിൻ്റെ കേസിൽ എന്ത്? സ്പീഡ്. അപ്പോൾ സ്പീഡ് കുറവാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ഇവിടെ നോക്കിക്കേ, arrange the mediums in the increasing order of their optical density. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മീഡിയത്തിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കൂ. എയർ ലെസ് ദാൻ എന്താ വരുന്നത്? വാട്ടർ. എയർ ലെസ് ദാൻ വാട്ടർ, വാട്ടർ ലെസ് ദാൻ ഗ്ലാസ്, ഗ്ലാസ് ലെസ് ദാൻ ഡയമണ്ട്. ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ ആർക്കാ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാ? ഡയമണ്ട്. അറിയാമല്ലോ, ആ വാ തുറന്നിരിക്കുന്നത് വലിയ ആളിൻ്റെ നേർക്കാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്, അതങ്ങ് മാറ്റണം കേട്ടോ. എയർ വാ തുറന്നിരിക്കുന്നത് വാട്ടറിൻ്റെ അടുത്തേക്കാണെങ്കിൽ നമ്മളത് വായിക്കുന്ന എയർ ലെസ് ദാൻ വാട്ടർ എന്നാണ് കേട്ടോ. അപ്പോൾ വലിപ്പം കൂടി കൂടി വരുന്നിടത്തോട്ട് ഇങ്ങനെ വാ തുറന്നിരിക്കുന്നത്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലോട്ടാണല്ലോ. അതുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവാർക്കാ? എയറിന്. കൂടുതലാർക്കാ? ഡയമണ്ട്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഡയമണ്ട് ആദ്യം എഴുതുവാണെങ്കിൽ വാ തുറന്ന് ഡയമണ്ടിൻ്റെ അടുത്തോട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇൻക്രീസിങ്ങിലോ ഡിക്രീസിങ് ഓർഡറോ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വേറൊരു ആക്ടിവിറ്റി അടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 1.5A 1.5B കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രോ ഒബ്ലിക്കായിട്ടൊരു ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് കാലിയാണ്, അതിനകത്ത് വാട്ടറൊന്നും ഒഴിച്ചിട്ടില്ല. എന്നാൽ അതിലേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുവാണെങ്കിൽ ആ സ്ട്രോ എങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം? ഒടിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ശ്രദ്ധിക്കണേ മക്കളെ, ആദ്യത്തെ ഗ്ലാസ്സിനകത്ത് ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം ആ ഗ്ലാസ് ഫുൾ എയർ ആണ് എന്നാണ്. അതേസമയം രണ്ടാമത്തെ ഗ്ലാസ്സിനകത്ത് നമ്മൾ 3/4 ഭാഗത്തോളം വാട്ടർ ഫില്ല് ചെയ്ത സമയത്ത് വാട്ടർ ആ ഗ്ലാസ്സിലുണ്ട്, അതിന് തൊട്ട് മുകളിൽ ഒന്നുമില്ല, പക്ഷെ അവിടെ എന്തുണ്ട്? എയറുണ്ട് ഇല്ലേ? അപ്പോൾ എയറും ഉണ്ട് വാട്ടറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ട്രോ കാണുന്നത് എങ്ങനെയാണെന്നേ, ആദ്യത്തെ കേസിൽ ആ ഗ്ലാസ്സിനകത്ത് എയർ മാത്രമേ ഉള്ളത് കൊണ്ട് ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും? സ്ട്രോയിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരും. എന്നാൽ രണ്ടാമത്തെ കേസിൽ ഈ സ്ട്രോയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കണമെങ്കിൽ ആ സ്ട്രോയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എവിടെ കൂടെയൊക്കെ സഞ്ചരിക്കണം? ഗ്ലാസ്സിനകത്തുള്ള വെള്ളത്തിൽ കൂടിയും പിന്നീട് എയറിൽ കൂടെ ആണ്. അപ്പോൾ അതിൻ്റെ റേ ഡയഗ്രാംസ്, ആ ഒരു ഡയഗ്രാമാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള 1.6Aയും 1.6Bയും. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് ആക്ച്വലി ആ സ്ട്രോ ഇരിക്കുന്ന പൊസിഷനാണ്, പക്ഷേ അതിൽ കൂടി കുറച്ച് ഉയർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ കേട്ടോ. ഇവിടെയും തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എന്താണ്? ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത്, പക്ഷേ അത് വാട്ടറിൽ കൂടെയും പിന്നീട് എയറിൽ കൂടെയും
ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കത്തുള്ളൂ. ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് ഈ രണ്ട് മീഡിയത്തിൻ്റെ സെപ്പറേഷൻ വെച്ച് എന്ത് ചെയ്യും, ലൈറ്റിൻ്റെ ഡയറക്ഷൻ അങ്ങ് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രോ ഓൾറെഡി യഥാർത്ഥ പൊസിഷനിലല്ല, അത് കുറച്ചുകൂടി മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയാണ് സ്ട്രോ ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. സ്ട്രോ ബെൻഡ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? The straw appears bent as the actual position B seems to have risen to the position C. ബിയിലിരിക്കുന്നത് നമുക്ക് സിയിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് സ്ട്രോ ബെൻഡ് ചെയ്തതായിട്ട്, ഒടിഞ്ഞിരിക്കുന്ന വളഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. ഇനി എന്താണ് റിഫ്രാക്ഷൻ, അപവർത്തനം എന്നുള്ളതാണ് ടെക്സ്റ്റിൽ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. When a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation എവിടെ വെച്ച്, at the surface of separation of the mediums. This phenomenon is known as refraction. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്കായിട്ട് വന്ന് പതിക്കുമ്പോൾ ആ രണ്ട് മീഡിയത്തിൻ്റെയും സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച്, രണ്ട് മീഡിയത്തിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സർഫസിൽ വെച്ച് ആ റേ ഓഫ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, ഡീവിയേഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഓരോ മീഡിയത്തിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസമുണ്ട്. ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. എന്തുകൊണ്ടാണ് സ്പീഡ് വ്യത്യാസപ്പെടുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ളത് കൊണ്ട്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും. ഇനി ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആർക്കുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്തായിട്ട് പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കാം. ദ എബിലിറ്റി ഓഫ് ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ലൈറ്റ് റിഫ്രാക്ഷന് വിധേയമാകുന്നത് ആ മീഡിയത്തിന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻ ടേൺ റിലേറ്റഡ് ടു ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ. The role of refractive index is very important in designing various optical devices. Okay, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഒപ്റ്റിക്കൽ ഡിവൈസസിൻ്റെ കേസിൽ. കാര്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് ബാക്കി എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോബ്ലം ഒരു ചിന്ന പ്രോബ്ലമാണ് കേട്ടോ, ഒരു ഇക്വേഷനാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. എന്തോ മക്കളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതെന്താ? ഒരു റേഷ്യോ ആണ്. എന്തിൻ്റെയൊക്കെ റേഷ്യോയാ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിൻ്റെയും പിന്നെ ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ഉള്ളത് അതിൻ്റെ സ്പീഡിൻ്റെയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. എൻ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി. എന്തുവാ സി എന്ന് പറയുന്നത്? വാക്വത്തിലെ ലൈറ്റിൻ്റെ വേഗത. വി എന്താണ്? ഏത് മീഡിയത്തിലാണോ, വാക്വം അല്ലാതെ ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ഉള്ളത് ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വേഗതയാണ് വി എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് നമ്മൾ എയറിൽ കൂടെ ഉള്ളത് എത്രയാണെന്ന് നമ്മൾ പഠിച്ചു. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത് തന്നെയാണ് വാക്വത്തിൽ കൂടി, ശൂന്യതയിൽ കൂടിയുള്ള പ്രകാശത്തിൻ്റെ വേഗത. എത്ര? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. നിങ്ങൾക്ക് തന്നില്ലേലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ? സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണെന്ന് നമ്മൾ പറഞ്ഞു. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ആണ്. മക്കളെ, അങ്ങനെയാണെങ്കിലേ ഇപ്പം സിയും വിയും തന്നിട്ട് നിങ്ങൾക്ക് എൻ ചോദിക്കുവാണെങ്കിൽ സി ഡിവൈഡഡ് ബൈ വി അങ്ങ് ചെയ്താൽ മതി. കാര്യം രണ്ടിൻ്റെയും പവർ 10⁸ ആയതുകൊണ്ട് ആ നമ്പർ എത്രയാണോ തരുന്നത് അത് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കണേ,
ഇപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പറഞ്ഞു ഗ്ലാസ്സിൽ കൂടിയുള്ള സ്പീഡ് എത്ര, 2 × 10⁸ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 3 × 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁸. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10⁸. അപ്പോൾ അത് വിഷയമില്ല, രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആൻസർ എത്ര? 3 ഡിവൈഡഡ് ബൈ 2. 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 3യുടെ ഹാഫ് എന്ന് പറയുന്നത് എത്ര? 1.5. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ക്ലാസ് മുഴുവനും കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുവാ 3 × 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁸ എന്ന് വെച്ചാൽ 10⁸ ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട്, ഡിവൈഡ് ചെയ്യുക ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3/2 എന്ന് പറയുന്നത് 1.5 ആണ് എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ. പിന്നെ ഒരു കാര്യമുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഒന്നുമില്ല. കാര്യം എന്താ? രണ്ടിൻ്റെയും റേഷ്യോ ആണല്ലോ. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആ വരുന്നത് നമ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് മീഡിയം. ഓരോ മീഡിയത്തിൽ കൂടിയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ഗ്ലാസ്സിൽ കൂടിയുള്ളത് നമ്മൾ പറഞ്ഞു. എയറിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ മക്കളെ? സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്കറിയാം 3 × 10⁸ ആണ്. പക്ഷേ എയറിൽ കൂടിയുള്ള ലൈറ്റിൻ്റെ ഇത് എത്ര തന്നെയാണ്? വാക്വത്തിൽ കൂടെയുള്ള സ്പീഡാണ് സി എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ മീഡിയം ഏതാ? എയർ. അപ്പോൾ എയറിൽ കൂടിയുള്ള സ്പീഡിൻ്റെ ലൈറ്റും 3 × 10⁸ അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? 1. മനസ്സിലായോ? 2/2 എന്ന് പറയുന്നത് എന്താ? 1. അപ്പോൾ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? 1. അടുത്തത് ഗ്ലാസ്സിൽ കൂടി എന്തുവാ? വി തന്നിട്ടുണ്ട് 2 × 10⁸. സിയുടെ വാല്യൂ എന്താ? 3 × 10⁸. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.5. ഇനി വാട്ടറിൽ കൂടിയുള്ളത് എന്താ? 3 × 10⁸ ഡിവൈഡഡ് ബൈ 2.25 × 10⁸. താഴെയും മുകളിലും 10⁸ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി എത്ര മക്കളെ? 3 ഡിവൈഡഡ് ബൈ 2.25. ഈ 3നെ 2.25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ക്ലാസ് കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത ഫിസിക്സ് ക്ലാസ്സിന് മുന്നേ ഞാൻ അത് പഠിപ്പിച്ചിട്ടേ അടുത്തത് പഠിപ്പിക്കും. ഇപ്പോൾ ആരും കമൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എല്ലാവർക്കും അറിയാം, എനിക്കാണോ കൺഫ്യൂഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അടുത്തത് പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ഈ പഠിത്തത്തിൽ എന്താണെന്നറിയാവോ? നമ്മൾ ഇച്ചിരി ഉമ്മണി പുറകോട്ട് പോകുന്നത് എന്താണെന്നറിയാവോ? നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ അങ്ങ് കൺഫ്യൂഷനാണ്. ഇവിടെ പ്ലസ് വരുന്ന അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആണോ? തൊട്ട് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ കുറേ നമുക്ക് കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷനെല്ലാം കൂടെ കൂടി അവസാനം വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങ് കുരുക്കാവും. ഒരു കുരുക്കുണ്ടെങ്കിൽ അവിടെ വെച്ചത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുന്നത് കേട്ടോ. ഇപ്പോഴേ ഇവിടെ തന്നെ n = c/v എന്നറിയാം. അന്നാ മക്കളെ പറഞ്ഞേ, വിയുടെ ഇക്വേഷൻ ഇതിനകത്തുനിന്ന് എങ്ങനെ വരും? എന്തുവാ ഞാൻ ഈ പറയുന്നത്? n = c/v ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ. എങ്കിൽ ഇതിനകത്തുനിന്ന് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ മീഡിയം കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദിച്ചാലോ? ചിലപ്പോൾ ഇനി ഇവർ പറയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തരും. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ഇതിൻ്റെ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ, അല്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ച് നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? n = c/v ആണെങ്കിൽ v = c/n ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എന്താ ഞാൻ പറഞ്ഞത്? n = c/v ആണെങ്കിൽ ഈ ഇക്വേഷനകത്തുനിന്ന് തന്നെ വിയുടെ ഇക്വേഷൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? v = c/n. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം c ആണ്, ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. എപ്പോഴും നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിരിക്കുവാണെങ്കിൽ ആ ഇക്വേഷനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതിനെ ഈക്വലിൻ്റെ ഒരു സൈഡിലിടുക. എന്നിട്ട് അവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും അവന്മാരുണ്ടെങ്കിൽ അവന്മാരെ എവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. അവന്മാരെ എവിടെ പ്ലസ് ചെയ്തേക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തേക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി പ്ലസ് ചെയ്യുക. ഇൻറ്റു ചെയ്തേക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് കേട്ടോ.
ഇത് മനസ്സിലായില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, എന്നോട് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും ഞാനത് പറഞ്ഞുതരാം. ബേസ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് വലിയ വലിയ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഇടറി അവിടെ ഇവിടെയൊക്കെ വീണു പോകും. നിങ്ങൾക്ക് വീണു പോകും ഇൻ ദ സെൻസ് നിങ്ങൾക്ക് പഠിക്കാൻ മടി തോന്നും കേട്ടോ. അതുകൊണ്ടാണ് പറയണേ. വി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സി എ ഇവിടെ വി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടേക്കുവാണേ. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്ത വിനെ മാറ്റി എന്നിൻ്റെ പൊസിഷനും കൂടെ മാറ്റി വി ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? സി ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം. അപ്പോൾ സി എ നമുക്ക് എങ്ങനെ എഴുതാം? ഡിവൈഡ് ചെയ്തിരിക്കുന്ന എൻ അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പം സി ഈക്വൽ ടു എൻ ഇൻറ്റു വി. എൻ ഇൻറ്റു വി തന്നെയാണ് വി ഇൻറ്റു എൻ. അതിനകത്ത് അതൊക്കെ അറിയാമല്ലോ. എ ഇൻറ്റു ബി തന്നെ ആയിരിക്കും ബി ഇൻറ്റു എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷനും നമുക്ക് ആ ഉള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഈക്വൽ ടു സി ഡിവൈഡ് ബൈ വി, വി ഈക്വൽ ടു സി ഡിവൈഡ് ബൈ എൻ. പിന്നെ സിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, കാര്യം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, എന്തുവാ എന്നെ തന്നിട്ടുണ്ട്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്, എങ്കിൽ ഡയമണ്ടിൽ കൂടി പാസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് എന്ന് വെച്ചാൽ എന്താ? വി കണ്ടുപിടിക്കാൻ എന്നെ തന്നിട്ടുണ്ട്, വി കണ്ടുപിടിക്കണം. സി പ്രത്യേകിച്ച് തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാര്യം എന്താ? സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് നമുക്ക് പറയാം കേട്ടോ. എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമണ്ടിൻ്റെ 2.4, വി ഈക്വൽ ടു സി ഡിവൈഡ് ബൈ എൻ അല്ലേ. സീൻ്റെ വാല്യൂ എത്ര? 3 × 10⁸. എന്നിൻ്റെ വാല്യൂ എത്ര? 2.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ മക്കളെ ചെയ്യേണ്ടത്? 10⁸ ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്താ ഉള്ളത്? 3 / 2.4 ആണ്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ഈ ഡെസിമലുള്ള ഈ കുത്തിട്ടുള്ള നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഡെസിമൽ പോയിൻ്റ് മാറ്റണം. ഇപ്പോൾ 3 / 2.4, 2.4-നകത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ അല്ലേ. അപ്പോൾ ഈ ഡെസിമൽ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഒന്നിട്ടിട്ട് ഒരു പൂജ്യം, അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2.4ൻ്റെ എന്ത് ചെയ്യും? ആ പോയിൻ്റ് അങ്ങ് പോവും. അപ്പോൾ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? അല്ല, മുകളിൽ. ഞാനൊന്നുകൂടെ പറയാം. ഡെസിമലുള്ള നമ്പേഴ്സിന് ഡെസിമൽ മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ഒരു നമ്പറേ ഉള്ളെങ്കിൽ ഒന്നിട്ടിട്ട് ഒരു പൂജ്യം, അതായത് 10 കൊണ്ട് ഗുണിക്കണം ഡെസിമൽ മാറാൻ. ഇനിയും ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പൊസിഷൻ ഉണ്ടെങ്കിൽ, 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഒന്നിട്ടിട്ട് 2 പൂജ്യം, അതായത് 100 കൊണ്ട് ഗുണിക്കണം ആ ഡെസിമൽ പോയിൻ്റ് മാറാൻ. ഇനിയും ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിട്ടിട്ട് 3 പൂജ്യം ഉള്ള നമ്പർ, അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ പോയിൻ്റ് അങ്ങ് മാറും. ഇപ്പോൾ ഡിനോമിനേറ്ററിലാണെങ്കിൽ ന്യൂമറേറ്ററി ഡെസിമൽ ഒന്നും ഇല്ലെങ്കിൽ താഴെ മുകളിൽ ഒരുപോലെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ 3 / 2.4, 2.4നെ 10 കൊണ്ട് ഗുണിച്ചാൽ അത് 24 എന്നായിട്ട് മാറും. എന്നാൽ ഈ 10 കൊണ്ട് 3നെ ഗുണിക്കണം, ന്യൂമറേറ്ററിലും ഗുണിക്കണം, കാര്യം അല്ലെങ്കിൽ വാല്യൂ മാറും. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ആവും. സോ ഇപ്പോൾ 3 / 2.4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 / 24 എന്നാണ് വരുന്നത്. അപ്പോൾ 30നെ 30യെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.25 എന്ന വാല്യൂ വരും. പിന്നെ ആ കിടക്കുന്ന ഇൻറ്റു 10⁸, അതുപോലെ തന്നെ എടുത്തെഴുതി മീറ്റർ/സെക്കൻഡ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? 3നെ 2.4 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഡെസിമൽ പോയിൻ്റ് മാറ്റാൻ വേണ്ടി ഇവിടെ ഇപ്പം ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറേ ഉള്ളൂ. സോ 10 കൊണ്ട് താഴെ മുകളിലും ഗുണിക്കും. 2.4നെ 10 കൊണ്ട് ഗുണിച്ച് 24 എന്ന് വരും. 3നെ 10 കൊണ്ട് ഗുണിച്ചാൽ 30 എന്ന് വരും. 30നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 1.25 എന്നാണ് വരുന്നത്, ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ്. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, വി ഈക്വൽ ടു സി ഡിവൈഡ് ബൈ എൻ എന്നല്ലേ ഇവിടെ മക്കളെ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, ഈ എൻ എന്ന് പറയുന്നവൻ ഡിനോമിനേറ്ററിലൂടെ കിടക്കുന്നത്. ഈ എൻ വലുതാണെങ്കിൽ വിയുടെ വാല്യൂ ചെറുതായിരിക്കും. അതായത് ഡിനോമിനേറ്റർ കിടക്കുന്നവൻ വലുതാണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ചെറുതാണ്. ഡിനോമിനേറ്റർ കിടക്കുന്ന ആൾ ചെറുതാണെങ്കിൽ കിട്ടുന്ന വാല്യൂ വലുതാ. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി കുറവ്, ആ മീഡിയത്തിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ആ മീഡിയത്തിൽ കൂടിയുള്ള സ്പീഡിൻ്റെ ലൈറ്റ് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞത് 10/2, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും.
എന്നാൽ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 ഉള്ളൂ. അപ്പോൾ താഴെ വരുന്ന ഇപ്പോൾ 5, 2ൻ്റെ സ്ഥാനത്ത് 5 വന്നപ്പോൾ നമ്മുടെ ഉത്തരം ചെറുതായി. അതാ ഞാൻ പറഞ്ഞത്, ഡിനോമിനേറ്റർ കിടക്കുന്ന വലിയ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഉത്തരം ചെറുതായിരിക്കും. അതിൻ്റെ അർത്ഥം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. The speed of light is less in a medium of higher refractive index. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും? ആ മീഡിയത്തിൽ കൂടി കുറവായിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം ഈസ് ഹൈ കേട്ടോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ a ray of light entering obliquely from one medium to another with different optical densities undergoes deviation at the surface of separation of two mediums. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മീഡിയത്തിൽ റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്കായിട്ട് ചരിഞ്ഞ് വന്ന് പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ 2 മീഡിയത്തിൻ്റെയും സർഫസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് റേ ഓഫ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കും. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോഴേ കുഴപ്പം. ഒരൊറ്റ മീഡിയം മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിന്ന് ഒരു കാര്യം തന്നെ പല രീതിയിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒരു ഇക്വേഷനും പറഞ്ഞു. എന്താ? N=C/V, അല്ലേ നമ്മൾ പറയും V=C/N. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതിൻ്റെ ഇക്വേഷൻ ചോദിക്കും. ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രം തന്നിട്ട് ചോദിക്കും ആ മീഡിയത്തിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്ന്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഡയമണ്ടിൻ്റെ കേസ് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തന്നെ വിചാരിക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എനിക്ക് ലൈക്കുകളായിട്ടും കമൻറ്റായിട്ടും പറയുക കേട്ടോ. അപ്പോൾ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.